നമ്മുടെയൊക്കെ ചിന്തകളിലും വാർത്തയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ വലിയൊരു ദുരന്തം തന്നെയാണ്. ഇപ്പോൾ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഏറ്റവും അധികം ആളുകൾ നമ്മൾക്കൊപ്പം ഈ പറഞ്ഞ നിലയിൽ വിട്ടുപോയത് പത്തനംതിട്ട ജില്ലക്കാരാണ്. 6 പേരുടെ മരണമാണ് ജില്ലയിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ സംസ്കാരം ഇന്ന് നടത്താനാണ് തീരുമാനം. മറ്റുള്ള വിവരങ്ങളൊക്കെയുണ്ട്. സുജു, ഇതിൽ പത്തനംതിട്ടയിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? ഏറ്റവും അധികം ആളുകൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ അല്ലേ മരണപ്പെട്ടവരിൽ? തീർച്ചയായിട്ടും ശരത്ത, നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത്. 6 പേരുടെ മരണമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർ കുവൈറ്റിൽ ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നെന്നും അവർ മരണപ്പെട്ട വിവരങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇപ്പം നമ്മളുള്ളത് മുരളീധരൻ പി വി നായരുടെ വീട്ടിലാണ്. അത് വാഴമുട്ടം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ നടത്താനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് 8:30 തന്നെ കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തുകയും തുടർന്ന് വീട്ടിലേക്ക് ഒരു 12:30-1 മണിയാകും എത്തുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വീട്ടിലെത്തിയ ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. നമുക്കിപ്പം ഈ സംസ്കാരമൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചത്? അത് നമുക്കിതുവരെയും കൃത്യമായിട്ടൊരു ഇത് ലഭിച്ചിട്ടില്ല. വീട്ടിൽ വന്നാൽ ഒരു മാക്സിമം 2 മണിക്കൂറിനകത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. 8:30 എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊച്ചിയിൽ. അതെ, ആ വിവരമാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. ബന്ധുക്കളെല്ലാം തന്നെ നാട്ടിൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഉദ്ദേശം 12 മണിക്കൂർ എത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം നടത്താമെന്നുള്ള ഒരു തീരുമാനമാണ്. ഇത്തവണ ഏറ്റവും ഒടുവിൽ അവസാനമായി വീട്ടിൽ നമ്മുടെ ഇവിടെ പോയിട്ട് വരാമെന്ന് ധാരണയിൽ പോയൊരു വ്യക്തി കൂടിയായിരുന്നു. അതെ, ശരത്തെ, അതാണ് ഈ വീട്ടുകാർക്ക് പങ്കുവെക്കാനുള്ള ഒരു വിവരം. അതായത് ഇന്ന് മൃതദേഹം ഒരു 12:30 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാമെന്നാണ് മുരളീധരൻ നായരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്.